ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും വലിയ പ്രശ്നം കാണിച്ചില്ല. അപ്പൊ ഇങ്ങനെ ഇപ്പോഴത്തെ പ്രശ്നം എന്തോ വാഴ ഒടിഞ്ഞു വീഴുക. മഞ്ചേരിക്കുള്ള നല്ല ആ വാഴയ്ക്ക് ഈ കരിച്ചിൽ പ്രശ്നമില്ല. കാണുന്നില്ല, നമുക്ക് കാണാം. ഞാൻ പ്രതീക്ഷയിൽ അപ്പുറമായിട്ട് വാഴയ്ക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ചേട്ടൻ ഇങ്ങനെ നേരത്തെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ വാഴ കൃഷിയൊക്കെ? ഈ വാഴയ്ക്ക് ഒരു ഇല കരിച്ചില് പിണ്ടിപ്പുഴു എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ട് വാഴ വിളയുന്ന പിളർന്നു പോവുക. അതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷ വെച്ചിട്ട് ഏത്തവാഴ ഒന്നും കൃഷി ചെയ്യരുത്. ഒരു കൃഷിയും ചെയ്യരുത്. വലിയ പ്രതീക്ഷ വെച്ചിട്ട് അവസാനം ആത്മഹത്യ ചെയ്യുക. ഇത് സിസ്റ്റമിക് ഫംഗിസൈഡ് ആണ്. ഇത് എല്ലാം കൂടെ വ്യാപിച്ചോളൂ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന കരിഞ്ഞ ഇല വെട്ടിമാറ്റി മാറ്റണം. കടാവർ എന്ന് പറയുന്നത് അത് ജൈവമാണ്. കടാവർ എന്ന് പറയുന്ന പുഴുക്കള് 4 അല്ലെ 5 കവിളിനകത്ത് ഓരോ കടാവർ ഇടുക. പരമാവധി ആദായം ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ അടുപ്പിച്ച് വാഴ വയ്ക്കും. പരമാവധി നമുക്ക് എല്ലാ ഇലയിലും ചെല്ലണം, എല്ലാ തണ്ടിലും മൊത്തം ആവുന്ന രീതിയിൽ സ്പ്രേ ചെയ്യണം. നമ്മുടെ നെമറ്റോഡ് പോലെയുള്ള കീടങ്ങൾ അറ്റാക്ക് ചെയ്താലും ഇല കരിച്ചിലായിട്ട് കർഷകർ തെറ്റിദ്ധരിക്കാറുണ്ട്. സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോൾ മാമൂട് കുഞ്ഞുമൻ മഞ്ചേരിക്കുള്ളൻ വാഴ തോപ്പിലാണ്. ചേട്ടന് ഏത്തവാഴ ആകെ 5000 വാഴ വെച്ചിട്ടുണ്ട്. അതിൽ 2100 വാഴയാണ് മഞ്ചേരിക്കുള്ളൻ എന്ന് പറഞ്ഞ വാഴ വെച്ചിട്ടുള്ളത്. ചേട്ടൻ്റെ നമ്മൾ ആദ്യം 2 മാസം മുമ്പേ ഉള്ള അവസ്ഥ നമ്മൾ ഷൂട്ട് ചെയ്ത് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഞ്ചേരിക്കുളം കൃഷിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടനോട് നമുക്ക് ചോദിക്കാം, ഈ കൃഷി ലാഭമായിരുന്നോ, എന്തെങ്കിലും സംഭവിച്ച പാകപ്പിഴകൾ ഉണ്ടായോ എന്നുള്ളത് ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ നമസ്കാരം. ചേട്ടൻ മഞ്ചേരിക്കുളം വാഴ 2100 വാഴയില വെച്ച്. 2100 വാഴ വെച്ച്. എന്താ അതിന്റെ എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടായോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ? ഏതാണ്ട് ഒരു 2.5 മാസത്തോളം കഴിഞ്ഞപ്പോഴത്തേന് ഈ കുടം വരാവുന്ന ആ മേയപ്പോൾ തന്നെ ഈ ഇല കരിയുക, ഇങ്ങനെ കരിഞ്ഞ് ഒരു നാളുണ്ട്. പിന്നെ കൃഷി ഓഫീസിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഒരു മരുന്ന് കുറിച്ച് വന്നു. ആ മരുന്ന് അടിച്ചു, മൊത്തം നല്ല 2 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞ് അത് പിന്നെ അങ്ങ് കുറെ മാറിയായിരുന്നു. ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും വലിയ പ്രശ്നം കാണിച്ചില്ല. അന്നേരം മാറി. അത് കഴിഞ്ഞ് ടക്കോന്നാണ് പിന്നെ അറ്റാക്കിങ്. പെട്ടെന്നൊരു 2 ആഴ്ച കൊണ്ട് ഇടം കയറി കണ്ടവനായി ഇല കരിഞ്ഞിട്ട്. പിന്നെ നിങ്ങൾ മരുന്നടിക്കാൻ പോയില്ലല്ലേ? പിന്നെ മഴക്കാലമായി പോയി. ഒരു മാസത്തോളം മഴയായിരുന്നു. പിന്നെ അത് മരുന്നടിക്കാൻ വരാത്ത അവസ്ഥയിലായി പോയി. അത് പിന്നെ അതങ്ങ് നിന്ന് ഇതുപോലെ ഓരോന്ന് ഒടിഞ്ഞൊടിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇപ്പോഴത്തെ പ്രശ്നം എന്തോ വാഴ ഒടിഞ്ഞു വീഴുക. പിന്നെ ഒരു ബലമില്ല. പിന്നെ എത്ര വാഴകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് 2100-ലെ? ഇപ്പൊ ഒരു ഏറ്റവും കുറഞ്ഞൊരു 700 വാഴയോളം അങ്ങനെ തന്നെ പോയി. പോയിട്ടുണ്ട്. അല്ലാതെ ആദ്യം കാറ്റടിച്ച് പോയിട്ടുണ്ട്. അതെല്ലാം ഏകദേശം ഒരു പകുതി കിട്ടുമോ? പകുതിക്ക് ചിലപ്പം കിട്ടാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നു. ചേട്ടൻ ഞാൻ ചോദിച്ചിട്ട്, ചേട്ടൻ അല്ലാതെ നമ്മൾ സാധാരണ വാഴ വെച്ചിട്ടുണ്ടല്ലോ മഞ്ചേരിക്കുള്ള, അല്ലാതെ ആ വാഴയ്ക്ക് ഈ കരിച്ചിൽ പ്രശ്നമില്ല. കാണുന്നില്ല, നമുക്ക് കാണാം. അതിന് പ്രശ്നമില്ല. അല്ല, അതിന് മരുന്നടിച്ചിരുന്നു, ഈ പ്രശ്നമില്ല. പിന്നെ ഇതുവരെ കുഴപ്പമില്ല. കുറെ ആ വാഴയ്ക്ക് വരേണ്ട സമയം ഇപ്പം ഇതൊരു പകുതി ആയിരിക്കാം. ഇതുവരെ കുഴപ്പമില്ല, കാണിക്കുന്നില്ല. ഇത് മണ്ണിന്റെ ഇത് കൊണ്ടാണോ? ഒരു സ്ഥലമല്ലേ, ഒരു പറമ്പിൽ തന്നെ. പിന്നെ ഈ ഫംഗസ് രോഗം കുമിളരോഗം പറഞ്ഞത്. അതിനുള്ള മരുന്ന് ഞാൻ അടിച്ചു. ചേട്ടൻ ഞാൻ കൃഷി ഓഫീസറായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് ചേട്ടനെ ഇപ്പം നമ്മൾ നോക്കുമ്പം കഷ്ടി 5 അടി അകലമേ ഉള്ളൂ വാഴകൾ തമ്മിൽ. സ്വല്പം അടുത്ത് പോയി എന്നുള്ളൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം അങ്ങനെ ശ്രദ്ധിക്കുമല്ലോ. പിന്നെ ഇപ്പം നിൽക്കുന്ന 3 പന്തിക്ക് 2 ആക്കും. ഇനി അടുത്ത പ്രാവശ്യം 3 വേണ്ട. ഒറ്റ പന്തി നിന്നിട്ട് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും അകലം വെക്കുക. അകലം കൂട്ടുകയും കൂട്ടിട്ട്. അപ്പൊ 3 പന്തി വെക്കാനാണ് ഇത്രയും വെച്ചത് അല്ലേ? ഈ 5 അടിയാക്കിയത് 3 പന്തി ഒരു വാരത്തിൽ എത്തും. പിന്നീട് രണ്ടാമത് ഈ പറഞ്ഞ ആന്റി ഫംഗൽ അടിക്കാൻ നോക്കിയില്ലല്ലേ? പിന്നെ മേടിക്കാനായിട്ട് ഇത് കിട്ടിയില്ല. മഴ തീർത്തും മഴയായിരുന്നല്ലോ. ചേട്ടൻ മഞ്ചേരിക്കുളം വാഴ വെക്കുവോ? ഇനിയും മഞ്ചേരിക്കുളം പക്കത്തിൽ വേറെ ഒരു നോക്കാൻ നേരത്തെ പറഞ്ഞ പോലെ മൈസൂർക്കുളം നോക്കുക. മൈസൂർക്കുളം നിന്ന് 20,000 വിളിച്ചു നോക്കുക. ബുക്ക് ചെയ്തിട്ടുണ്ടോ? വിത്ത് ബുക്ക് ചെയ്തില്ല. ചെയ്യണം. പുള്ളി കാര്യം വിത്ത് നല്ലോണം കോളിങ് വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് 1000 വാഴ അത് വെക്കണം. പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ചേട്ടൻ? വേറെ പിന്നീട് വലിയ പ്രശ്നമായിട്ട് വരുന്നില്ല. ഇത് ഞാൻ പ്രതീക്ഷയിൽ അപ്പുറമായിട്ട് വാഴയ്ക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. കാര്യം ഞങ്ങളന്ന് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ വളരെ വൃത്തിയായിരുന്നു. വാഴത്തോപ്പ് നല്ല വൃത്തിയായിട്ടാണ് നിന്നത്. വാഴകൾ കാണാനും നല്ല വൃത്തിയായിരുന്നു. ഇപ്പൊ മൊത്തം ഒരു വല്ലാത്തൊരു അന്തരീക്ഷമായി പോയല്ലോ, കാട് പോലെ ആയിപ്പോയി. ചേട്ടൻ ഇങ്ങനെ നേരത്തെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ വാഴ കൃഷിയൊക്കെ? 3 വർഷം മുമ്പൊന്നും സംഭവിച്ചു. പിന്നെ അന്ന് കാറ്റും വെള്ളവും മുങ്ങി.
അപ്പൊ ചേട്ടന്റെ അഭിപ്രായത്തില് മഞ്ചേരിക്കുളം വാഴയ്ക്ക് രോഗപ്രതിരോധ ശേഷി കുറവാണ് അല്ലേ? വലിയ കുറവാണ്. അപ്പം പ്രേക്ഷകരെ, നിങ്ങൾ കാണുന്നവര് ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് നേരത്തെ എന്തെങ്കിലും മുൻപരിചയം ഉണ്ടെങ്കിൽ ഇങ്ങനെ വാഴ കൃഷി ചെയ്തിട്ട് ഇതേപോലെ ഇലകരിച്ചിൽ രോഗങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ദയവായിട്ടൊന്ന് പ്രതികരിക്കണം. ഇദ്ദേഹത്തിന്റെ നമ്പർ, കുഞ്ഞോൻ ചേട്ടന്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ, അതിനെന്തെങ്കിലും പ്രതിവിധി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പറയുക. കൂടാതെ കൃഷി ഓഫീസർ പറഞ്ഞ പ്രകാരം എന്ന് പറയുന്നത് ബാവസ്റ്റിൻ, കാർബൻ ഡാസിന് അടങ്ങിയ ബാവസ്റ്റിൻ എന്ന് പറഞ്ഞ കുമിൾനാശിനി, പിന്നെ ടിൽറ്റ് എന്ന് പറഞ്ഞ ലിക്വിഡാണ്. ഇത് രണ്ടും 2 ഗ്രാം അല്ലെങ്കിൽ 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടാണ് വാഴ അവർ എന്നാ പറയുന്നത് സ്പ്രേ ചെയ്തത്. 2 വട്ടം ചെയ്തു, 10 ദിവസത്തിനുള്ളിൽ 2 വട്ടം ചെയ്തു. ഞങ്ങൾ വന്ന് കണ്ടപ്പോൾ ആദ്യം ഷൂട്ട് ചെയ്തപ്പം വലിയ പ്രശ്നമില്ലായിരുന്നു, എല്ലാം ഒന്നും മാറി കിട്ടിയതായിരുന്നു, വൃത്തിയായിരുന്നു തോട്ടം. പക്ഷേ ഇപ്പോൾ അതെല്ലാം വല്ലാത്ത രീതിയിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് പ്രതികരിക്കണം. നിങ്ങളെല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഓക്കെ ചേട്ടാ, ഇത്ര നേരം വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി ചേട്ടാ. ഇനി അടുത്ത കൃഷി വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനിന്ന് മാമൂടിന് സമീപം പ്രസാദ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വാഴത്തോട്ടത്തിലാണ്. വാഴക്കൃഷി ചേട്ടൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചില പ്രശ്നങ്ങൾ, വാഴ കൃഷിക്ക് കുറച്ച് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ വാഴ കൃഷി എന്താ സംഭവിച്ചത്? എന്റെ വാഴ 5 വളം വെച്ച വാഴയാണ്. ഇത് മല്ലപ്പള്ളി നിന്ന് വാങ്ങിച്ച വിത്താ. വിത്ത് നല്ല രീതിയിൽ വെച്ച് നല്ല വളമെല്ലാം വെച്ച് കൊണ്ടുവന്നു. പക്ഷെ ഒരു ഇട ഭാഗത്ത് വെച്ചിരുന്ന ഒരു 4ാമത്തെ വളം തൊട്ട് ഈ വാഴയ്ക്ക് ഒരു ഇല കരിച്ചില്, ഇല പഴുത്തിട്ട് കരിഞ്ഞു പോവുക. ഇതാണ് അതിന് സംഭവിച്ചത്. അതിനുശേഷം എന്താ മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്തു? അത് ഈ പിണ്ടിപ്പുഴു എന്ന് പറയുന്ന രോഗം, പിണ്ടിപ്പുഴു എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ട് വാഴ വിളയുന്ന പിടന്നു പോവുക. ചേട്ടൻ മാന്തി നോക്കുമല്ലോ ചെയ്തോ? ഇതിന്റെ വേരിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ വേരിന്റെ വിഷയമാണ് ഈ കൃഷി വകുപ്പ് പറയുന്നുണ്ട്. പക്ഷെ വേരിന്റെ ആണോ അതോ ഇതെന്താണോ നമുക്കറിയത്തില്ല. ചേട്ടാ ഞാൻ നോക്കുമ്പോ ഈ ന്യായമായ രീതി കൊല നല്ല വലുപ്പമുണ്ട്, നല്ല കൊലയാണ്. ഒരു 20 കിലോ കിട്ടേണ്ട കൊലയാ. പക്ഷെ അത് കിട്ടും തോന്നുന്നില്ല. മറിഞ്ഞു വീഴാനേ സാധ്യത. മറിഞ്ഞു പോകും ആണല്ലേ? ഇതിപ്പോ എത്ര ആവറേജ് എത്ര മാസമായി കൊല വന്നിട്ട്? ഇതിപ്പം ഇനിയും എത്ര മാസം വേണം ഇതെങ്കിലും വളരണമെങ്കിൽ 1 മാസം കൂടെ 1.5 മാസം കൊണ്ടെങ്കിൽ വിളഞ്ഞു കിട്ടും. ഞാൻ ചോദിച്ചോട്ടെ, ഇതിന് പ്രതിവിധി വല്ലോ താങ്ങ് കൊടുത്ത് നിർത്തിയാൽ പറ്റുമോ? താങ്ങ് കൊടുത്ത പിണ്ടിപ്പുഴു വന്നതിന് താങ്ങ് കൊടുത്തിട്ട് കാര്യമില്ല. ഇല്ല. അതെന്താ കാര്യം? എന്തുവാ? അതിന്റെ പിണ്ടി തിന്ന് ഈ നശിച്ചു പോവാ. അപ്പം വാഴ ബലം പോയി, ആരോഗ്യം പോയി. അപ്പൊ പിന്നെ അത് പെടന്നു പോകും. ആരോഗ്യം ഇല്ലാത്തോണ്ടായിരിക്കും ഒരു വലിപ്പമില്ല, കായ്ക്ക് തൂക്കം കിട്ടത്തില്ല, ദൃഢത കിട്ടത്തില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ആദ്യമേ പിടയ്ക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ പിണ്ടിപ്പുഴുവിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആ തടത്തിലെ വേപ്പിൻ പിണ്ണാക്ക് പ്രയോഗം നടത്തിയില്ലേ? വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയുന്ന സാധനം സത്യത്തിൽ ഇപ്പൊ കൃഷിക്കാർക്ക് ഒറിജിനൽ കിട്ടുന്നില്ല. ഈ വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയുന്ന സാധനം, അതായത് നമ്മുടെ കൃഷി എന്ന് പറയുന്ന സംഭവത്തിന് ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് ഈ വളം, അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തണം. ആണല്ലേ? അതിൽ വേപ്പിൻ പിണ്ണാക്ക് നല്ലതാണ്, പക്ഷെ അത് മായം ചേർന്ന ഒറിജിനൽ കിട്ടുന്നില്ല. അതിന് എഫക്റ്റ് ഇല്ല. കൂടുതൽ ഇട്ടാലോ? അത് എത്ര കൂടുതൽ ഇട്ടാലും ഒറിജിനൽ അല്ല സംഭവം. ആണല്ലേ? അതെങ്ങനെ മനസ്സിലായത് നമുക്ക്? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ആ നമ്മൾ കഴുകിയെടുത്തോ അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ സാധനം കിട്ടത്തില്ല, ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. അപ്പൊ ഒറിജിനൽ ഇനി ഉണ്ടോന്ന് അറിയത്തില്ല. പക്ഷെ അത് നമുക്ക് മണ്ണിലിടുമ്പോൾ അറിയാം. നല്ല മണം കുറച്ച് നാളെ നിൽക്കുന്ന സാധനമാണ് ഈ വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഇത് അന്നേരത്തെ ഒരു സ്മെല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അറിയത്തില്ല. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഇലകരിച്ചിൽ കണ്ടപ്പോഴത്തേക്ക് എന്തെങ്കിലും മരുന്ന് വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തോ? ഇതിന് മരുന്ന് പ്രത്യേകിച്ച് അങ്ങനെ വാഴയ്ക്ക് അടിക്കേണ്ട ആവശ്യമില്ല. ഇലകരിച്ചിൽ പെട്ടെന്നുണ്ടാകും, ഈ കാലാവസ്ഥ കൊണ്ട് ആണെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ആ സമയത്ത് മരുന്ന് അടിക്കാനും പറ്റത്തില്ല, മഴയുണ്ട് അതുകൊണ്ട്. പക്ഷെ മരുന്ന് അടിച്ചാലും അതിന് വലിയ സംഭവം ഇല്ല, വലിയ ഗുണം ചെയ്യത്തില്ല. നോക്കിയിട്ടില്ല, ആന്റിഫംഗൽ നോക്കി? ഞാൻ ആന്റിഫംഗൽ ചെയ്തിട്ടുള്ള. എന്താ ചെയ്ത? അല്ല ഈ സമയത്ത് ഈ പ്രാവശ്യം ചെയ്തില്ല. ഒന്ന് നോക്കാൻ വയ്യായിരുന്നു, പരീക്ഷിച്ച് നോക്കാൻ വയ്യായിരുന്നു. കാരണം മഴയായിരുന്നോണ്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ഇടയ്ക്ക് ഇടവിട്ട് ചെയ്യാവാണെന്നല്ല, മഴയില്ല. പിണ്ടിപ്പുഴ ആയിപ്പോയി. ചേട്ടൻ എത്ര നാളെ കൃഷി തുടങ്ങിയിട്ടെ? ഞാൻ കൃഷി തുടങ്ങിയിട്ട് ഒരു 25 വർഷമില്ല. വർഷത്തിന് മേളിലായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചേ? ഇത് ഇങ്ങനെ പിണ്ടിപ്പുഴ എനിക്ക് ആദ്യമായിട്ട് വരുന്നത്. ആണല്ലേ? എവിടെ പിഴച്ചെന്ന് എന്തെങ്കിലും ഓർമ്മ, ഒരു തോന്നലുണ്ടോ ഈ പറഞ്ഞ? ഇതിനകത്ത് ഒരു സംഭവം ഉണ്ട്. അതായത് ഈ വാഴ വിത്ത് നല്ലപോലെ കഴുകിയിട്ട്, പക്ഷെ നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പറയുന്ന വാഴ എന്ന് പറയുന്ന സാധനം അതിന് പിണ്ടിയാൽ പുഴു വന്ന് കുത്തിക്കയറുക എന്നൊക്കെയാണ് പറയുന്നത് പണ്ട്. പക്ഷെ അത് എന്റെ നോട്ടത്തിൽ അത് ശരിയല്ല. കാരണം ഈ വിത്ത് നല്ലപോലെ കഴുകിയിട്ട് വിത്തിന്റെ അകത്ത് ദ്വാരങ്ങളുണ്ട്, അതിനകത്ത് പുഴുക്കളുണ്ട്. ഇതിനെ എടുത്ത് കളഞ്ഞ് മരുന്നിനകത്ത് മുക്കി ഈ വിത്ത് 2 ദിവസം വെച്ചാൽ അത് നമ്മൾ ഈ മരുന്ന് കളച്ചെന്ന് ചോദിച്ചാൽ രാസ കിട്ടും. അത് കിട്ടും.
അപ്പൊ അത് മുക്കി വെച്ചിട്ട് നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഈ വിത്ത് വെച്ചാല് അങ്ങനെ ആയിരുന്നു ഞാൻ വെച്ചോണ്ടിരുന്നത്. നേരത്തെ ചെയ്തോണ്ട് ഈ പ്രാവശ്യം ചെയ്യാൻ ഈ മഴയും കാലാവസ്ഥ മോശം, വെള്ളവും ഇല്ലായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് കഴുകണം, ഇത്രയും വാഴ കഴുകണ്ടേ. അപ്പം അത് കാരണം അതൊരു ഗുണം ചെയ്യുന്ന കാര്യമാണ്. അത് ചെയ്താൽ മിക്കവാറും വെട്ടിപ്പോയി വരാൻ സാധ്യത കുറവാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് 2 രോഗം ഉണ്ടെന്നാ പറയുന്നത്, ഇലകരിച്ചിലും ഉണ്ട്, പിണ്ടിപ്പുഴും ഉണ്ട്, രണ്ടും കൂടെ മിക്സ് ആയിട്ട് വന്നു. ഇലകരിച്ചിൽ എന്ന് പറയുന്ന സംഭവം പിണ്ടിപ്പുഴുമായിട്ട് ബന്ധപ്പെട്ടാണോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം എനിക്കൊരു സംശയമുണ്ട്. കാരണം വെച്ചാല് ചേട്ടന് ആരെങ്കിലും കൃഷി ഓഫീസർമാരെ ആരെങ്കിലും വിളിച്ചു? ഞാൻ ഒരു ഓഫീസറെ കണ്ടില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് സമീപിക്കാൻ വയ്യായിരുന്നോ? മാടപ്പള്ളിയാണത്? ഞാൻ മാടപ്പള്ളിയാണ്. മാടപ്പള്ളിയിലെ കൃഷി ഓഫീസറോട് സംസാരിക്കാൻ വയ്യായിരുന്നോ? ഇനിയിപ്പോ ഈ പ്രാവശ്യം കാണുന്നില്ല, അടുത്ത അല്ല ഇതൊന്ന് കാണിക്കുമ്പോ അവർക്ക് അറിയാമല്ലോ, ജസ്റ്റ് ഒന്നും കൊണ്ട് കാണിക്കുമോ, അല്ലെ ഇത് ഫോട്ടോ എടുത്താണെങ്കിലേ ഒന്നുകൊണ്ട് കാണിക്കുവാണെങ്കിൽ നല്ലതായിരിക്കുമല്ലോ. എനിക്ക് മാത്രമല്ല, ഇത് നമ്മുടെ കേരളത്തില് ഇവിടെ നമ്മുടെ ഈ പ്രദേശം എല്ലാം ഉണ്ട്. ശരി, കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർദ്ദമാണ് അല്ലേ? ഒരു സമയത്ത് ലാഭം കിട്ടിയെന്നിരിക്കാം, അടുത്ത സമയത്ത് മൊത്തം പോയെന്നിരിക്കാം. കൃഷി എന്ന് പറയുന്നത് ആൾക്കാരോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാല്, കൃഷിക്കാരൻ ഒരിക്കലും പരാജയബോധം എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടു പോയി, അതുകൊണ്ട് ഞാൻ നിർത്തം ധരിക്കരുത്. ഇതെപ്പോഴും നഷ്ടം നമ്മളെ വീട്ടിലുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ ലാഭവും കിട്ടാം. അതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷ വെച്ചിട്ട് ഏത്തവാഴ ഒന്നും കൃഷി ചെയ്യരുത്, ഒരു കൃഷിയും ചെയ്യരുത്. വലിയ പ്രതീക്ഷ വെച്ചിട്ട് അവസാനം ആത്മഹത്യ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ പരാജയപ്പെട്ട് അങ്ങനെ പോവുക, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് സത്യത്തിൽ നഷ്ടം നമ്മുടെ കൂട്ടത്തിലുള്ള സംഭവമാണ്. അതായത് നമ്മൾ പറയല്ലേ, കിട്ടിയാ കിട്ടി. ഏത്തക്കൊല്ലയെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് വെട്ടി എടുത്ത് കഴിയുമ്പോഴേ കിട്ടിയെന്ന് പറയാൻ പറ്റും. അപ്പൊ ആ ഒരു പ്രതീക്ഷ തന്നെ വെച്ചോണം. ഓണത്തിന് പോയി ചേട്ടനൊന്നുമില്ല? എനിക്കൊന്നുമില്ല, എനിക്ക് സന്തോഷക്കുറവില്ല. കാരണം കഴിഞ്ഞ കൊല്ലം എനിക്ക് കിട്ടിയായിരുന്നു. അപ്പൊ അതിന്റെ കഴിഞ്ഞ കൊല്ലം എനിക്ക് കിട്ടി. ഈ കൊല്ലം ഇങ്ങനെ സംഭവിച്ചു. പിന്നെ അടുത്ത വർഷം ഇതുപോലെ തന്നെ ഈ എന്നാ പറയുന്ന ഈ പറഞ്ഞ പിണ്ടിപ്പുഴുവിനെ പ്രതിരോധിക്കാനുള്ള രീതികൾ ആദ്യം എല്ലാം ചെയ്തിട്ട് ഇനി ചെയ്യത്തുള്ളൂ. അത്ര ചെയ്യത്തുള്ളൂ. കാരണം ഇനിയിപ്പം താങ്കളെ പോലെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ അതുപോലെ ആൾക്കാർ വന്നിട്ട് ഇതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് പല കൃഷിക്കാരിൽ നിന്നുള്ള അറിവുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടിയപ്പോ ഇത് മനസ്സിലായി. ഇപ്പൊ ഞാൻ ചില കാര്യങ്ങൾ അങ്ങോട്ടും പറഞ്ഞില്ലേ, വിത്ത് കഴി അടുത്ത പ്രാവശ്യം എന്താ മാർഗം അത് നോക്കിയിട്ട് ഈ പ്രാവശ്യം 350 വാഴ വെച്ചെങ്കിൽ അടുത്ത 600 വാഴ വെക്കാനാണ് പ്ലാൻ. അപ്പൊ ഞാൻ കേൾക്കുന്ന കർഷകർ പലരും കേൾക്കുന്നുണ്ടാവും, അപ്പൊ ചേട്ടൻ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അതായത് ഇത് പരാജയപ്പെട്ട കൃഷി തന്നെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ചേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. ചേട്ടൻ്റെ പേര് പ്രസാദ് എന്നാണ്. ചേട്ടൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ ചേട്ടനെ ഹെൽപ്പ് ചെയ്യാം. കർഷകർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പോകുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അറിയുള്ളവർ ഇതിനൊരു എന്താ പറയുക പ്രതിവിധി ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്, ഇനി ചെയ്യാൻ സാധ്യതയുള്ളത് അറിവുണ്ടെങ്കിൽ കൃഷി ഓഫീസർമാർ അങ്ങനെയുള്ള കൃഷി മേഖലയിൽ നിൽക്കുന്ന വിദഗ്ധന്മാരായ ആൾക്കാർ പ്രതികരിച്ചാൽ വളരെ നന്നായിരുന്നു. ശരി, എന്നാൽ ചേട്ടാ ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി. പറ്റുമെങ്കിൽ കൃഷി ഓഫീസറെ വിളിച്ചൊന്ന് കാണിക്കുവാണെങ്കിൽ എന്തെങ്കിലും കാര്യം, അവരെന്ന് പറഞ്ഞാൽ അവർക്ക് ഗ്രൂപ്പുകളും മറ്റുള്ള പല രീതിയിലുള്ള അഡ്വൈസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതല്ലേ. അപ്പം അതിനുള്ള എന്തെങ്കിലും പ്രതിവിധി കാര്യങ്ങളൊക്കെ നമുക്ക് ഏതെങ്കിലും ചെയ്യുന്ന പരീക്ഷിച്ച് നോക്കി അത്ര നല്ലതല്ലേ? അല്ല, ഇനി ഈ പ്രാവശ്യത്തെ പോയി. കാരണം ഈ പ്രാവശ്യം വാഴ ഇത്രയും വളർന്നു, അതിന്റെ ഇത് പോയല്ലോ. ഇനിയിപ്പോ ഈ പ്രാവശ്യം കാണിക്കുന്നില്ല, അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ നോക്കി പ്രതീക്ഷയുണ്ട്. അടുത്ത പ്രാവശ്യം വിജയിക്കും എന്നുള്ള പ്രതീക്ഷ ചെയ്യുക. ശരി ചേട്ടാ, ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചാണ് വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. ഞാനിന്ന് കൊക്കോട്ടുചിറയ്ക്ക് സമീപം എബി എന്ന കർഷകന്റെ വാഴത്തോട്ടത്തിന് സമീപമാണ്. ഇലകരിച്ചിൽ രോഗത്തെക്കുറിച്ച് ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, ഇലകരിച്ചിൽ രോഗത്തെക്കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താ? അതെങ്ങനെ ബാധിക്കുന്നത്? കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതാണ്. അതിന് നമ്മൾ രാസകീടനാശിനി ഉപയോഗിച്ചാൽ അത് മാറുകയുള്ളൂ. ടിൽറ്റ് 1 ലിറ്റർ 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിനും കോണ്ടാഫ് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിനും കുട്ടി ഉപയോഗിച്ചാൽ മതി. അങ്ങനെ ഉപയോഗിച്ചാൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് അപ്പോൾ രണ്ടും കൂടെ ശരിക്കും പറഞ്ഞാൽ 1 ലിറ്റർ വെള്ളത്തിൽ 3 മില്ലി വരും. അതിന്റെ പ്രയോഗം എങ്ങനെയാ? അത് നമ്മൾ വാഴ സ്പ്രേ മൊത്തം സ്പ്രേ ചെയ്യുക. ഇല ചെയ്യണ്ട, തണ്ട ചെയ്താൽ മതി. ഇല ചെയ്യണ്ട, തണ്ട ചെയ്താൽ മതി. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, അതിന് മുമ്പ് ഇങ്ങനെ ഇലകരിച്ചിൽ രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റമിക് ഫംഗിസൈഡ് ആണ്, ഇത് എല്ലാം കൂടെ വ്യാപിച്ചോളും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നേരത്തെ ഉണ്ടായിരുന്ന കരിഞ്ഞ ഇല വെട്ടി മാറ്റണം, നശിപ്പിച്ച് കളഞ്ഞിട്ട് വേണം. സിസ്റ്റമിക് ആയതുകൊണ്ട് അത് പഠിച്ചെടുത്തോളൂ, അബ്സർവ് ചെയ്തെടുത്തോളൂ. ഓക്കെ. അപ്പൊ അത് ചേട്ടൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും, നേരത്തെ പ്രകൃതി ചെയ്തിട്ട് വിജയിച്ചിട്ടുണ്ടോ? അപ്പൊ ഈ വാഴ എങ്ങനെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല? ഇത് നമ്മുടെ മൈസൂർ കുള്ളനായതുകൊണ്ട് ഇല്ലായിരുന്നു. അപ്പൊ ഏകദേശം എല്ലാം വിളവെല്ലാം എടുത്തു കഴിഞ്ഞല്ലോ, തീർന്നു. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ചേട്ടൻ അങ്ങനെ അങ്ങനെ കണ്ടു? ആരാ അതിനെ ഒരു പ്രതിവിധി പറഞ്ഞു തന്നോ, തന്നെ ചെയ്ത് നോക്കിയാണോ? അല്ല, അത് കൃഷി ഓഫീസർ തന്നെ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഓഹോ. ശരി, വേറെ എന്തെങ്കിലും വാഴ കൃഷിയുടെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഇലകരിച്ചിൽ രോഗത്തിന്
ഇതേ ഉള്ളൂ. അപ്പോൾ ഈ മഴ ഉള്ള സമയത്ത് എന്തെങ്കിലും പശ എന്തെങ്കിലും ആഡ് ചെയ്ത് പശ കൂട്ടി അടിക്കാൻ പറ്റും, ചെയ്താൽ മതി അല്ലേ? ശരി ശരി. അപ്പോൾ ചേട്ടന് പ്രതിവിധി ചെയ്തിട്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇലകരിച്ചില്ല, സാമ്പിൾ കാണിക്കാൻ ഇല്ലല്ലോ, ഇല്ല. ശരി ചേട്ടാ, ചേട്ടൻ്റെ അഭിപ്രായം പറഞ്ഞതിന് വളരെ നന്ദി. ഓക്കെ. എൻ്റെ സമയം ഇപ്പോൾ ജോസഫ് തോമസ് പണിക്കട എന്ന് പറഞ്ഞ ഒരു മികച്ച കർഷകനുണ്ട്. ചങ്ങനാശ്ശേരി തൃക്കൂടത്താനത്താണ് സാറിൻ്റെ കൃഷിസ്ഥലം. ഏകദേശം ആവറേജ് എല്ലാ വർഷവും 2500-ൽ പരം ഏത്തവാഴ കൃഷി ചെയ്യുന്ന ആളാണ്. സാറേ നമസ്കാരം. കർഷകരെ ബാധിക്കുന്ന ഒരു വലിയൊരു പ്രയാസമാണല്ലോ ഏത്തവാഴയുടെ ഇല കരിയുക, പിന്നെ അതിലെ പിണ്ടിപ്പുഴു എന്ന് പറഞ്ഞ രോഗങ്ങൾ. അപ്പോൾ ഇതിന് സാറിനെ ബാധിച്ചിട്ടുണ്ടോ? അതിനുള്ള പ്രതിവിധികൾ എന്തെല്ലാം ചെയ്യാമെന്ന് പറയാമോ? ഈ ഇലകരിച്ചിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ് വാഴയ്ക്ക് വരുന്നത്. ഈ പുള്ളിയായിട്ട് ഈ ഇലയിൽ കുത്തുകൾ പോലെ വന്നിട്ട് ഇതവസാനം യോജിച്ച് ഇല ഏതാണ്ടൊരു നല്ല ഭാഗവും കരിഞ്ഞിരിക്കുന്നു. അതൊരു കുമിൾ രോഗമാണ്. അപ്പം ഇതിന് ഈ കുമിളിന് അടിക്കുന്ന എന്തെങ്കിലും മരുന്നുകൾ, ഇപ്പം ഈ ബാവസ്റ്റിന് എന്ന് പറയുന്ന മരുന്ന് ഫലപ്രദമാണ്. അതിനേക്കാൾ കൂടുതലായിട്ടിപ്പോൾ ഉപയോഗിക്കുന്നത് ടിൽറ്റ് വേറെ 2-3 ഉണ്ട്, ഓർമ്മയില്ല. അപ്പോൾ ഇത് എന്തൊക്കെ ചെയ്യുന്നത് സാധാരണ? എങ്ങനെ ഇതിൻ്റെ പ്രയോഗങ്ങൾ എങ്ങനെ ചെയ്യുന്നത് പറയാമോ? നമ്മൾ ഇല ചെത്തും, പറ്റ ചെത്തിയിട്ട് അത് ദൂരെ കൊണ്ട അല്ലെങ്കിൽ കുഴിച്ചു മൂടുകയോ കത്തിക്കുകയോ ചെയ്യണം എന്നാണ് കൃഷി വകുപ്പുകാർ പറയുന്നത്. പക്ഷെ അത് ബൾക്കായിട്ട് ചെയ്യുന്നവർക്ക് പറ്റത്തില്ലല്ലോ. ബൾക്കായിട്ട് ചെയ്യുന്നവർ എവിടെ കൊണ്ടിടാനോ, കത്തിച്ച് കളയാൻ മണ്ണെണ്ണ പോലും കിട്ടാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇല ചെത്തി അവിടെ തന്നെ ഇടുകയുള്ളൂ. പക്ഷെ അങ്ങനെ ഇടരില്ലെന്നാണ് അവർ പറയുന്നത്. അവർക്ക് അത് ചിലപ്പം 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ ആവർത്തിക്കേണ്ടി വരും. അത് എത്ര ദിവസം ഇടവിട്ടാണ് ചെയ്യുന്നത്? എത്ര ദിവസവും ഇല്ല, ഒരു 1.5 മാസം കഴിയുമ്പം വീണ്ടും ഇല ഇതുപോലെ പ്രത്യക്ഷപ്പെടും. അപ്പോൾ വീണ്ടും ചെത്തുക, ഇല ചെത്തുക. ബാവസിനല്ല, ടിൽറ്റാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അടിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ പിണ്ടിപ്പുഴുവിന് എന്താ പ്രതിരോധിക്കുന്നതിനുള്ള മാർഗം എന്തുവാ? പിണ്ടിപ്പുഴുവിന് സാധാരണഗതിയിലൊരു നമ്മൾ വാഴ വെച്ചൊരു 4 മാസം 5 മാസത്തെ കാലയളവിലാണ് പിണ്ടിപ്പുഴു പ്രത്യക്ഷപ്പെടുന്നത്. ചെറിയ ചെല്ലി ഈ പിണ്ടി തുറന്ന് അതിനകത്ത് മുട്ടയിടും. ആ മുട്ടയിട്ട് വിരിയുന്ന കുഞ്ഞുങ്ങൾ ഇതിൻ്റെ പിണ്ടി മുഴുവൻ തിന്നും. അത് വളരെ സൂക്ഷിച്ചാൽ നമുക്ക് ഇച്ചിരി ശല്യമായി കഴിയുമ്പോൾ അറിയാം. കാരണം ഒരു മഞ്ഞ ദ്രാവകം പുറത്തേക്ക് ഒലിച്ച് വരും. അപ്പോൾ അന്നേരം നമ്മൾ കീടനാശിനി അടിക്കുക എന്നുള്ളതേ മാർഗമുള്ളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ലാർവ അതിൻ്റെ മുട്ടയൊക്കെ നഷ്ടപ്പെടുമോ? അങ്ങനെ അത് നശിച്ചു പോകുമോ? അങ്ങനെ ചെയ്താൽ ഈ പറയുന്ന പിണ്ടിപ്പുഴു, നമ്മൾ പറയുന്ന പിണ്ടിപ്പുഴു എന്ന് പറയുന്നത് ആണ് സാധനം, അത് നശിച്ചു പോകും. നല്ല മാർഗം ഇനി വേറെ ഒരെണ്ണമുണ്ട്. അത് പക്ഷെ നമുക്ക് കോസ്റ്റ് വൈസ് ഇച്ചിരി പാടാണ്. അതായത് കടാവർ എന്ന് പറയുന്ന, അത് ജൈവമാണ്. കടാവർ എന്ന് പറയുന്ന പുഴുക്കൾ ഈ താഴത്തെ ചെത്തി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഒരു 4 അല്ലെങ്കിൽ 5 കവിളിനകത്ത് ഓരോ കടാവർ ഇടുക. ഓരോ കടാവർ ഇട്ട് കഴിഞ്ഞ് ഒരു 1-1.5 മാസം കഴിഞ്ഞ് വീണ്ടും ഒരിക്കൽ കൂടെ ഇങ്ങനെ ചെയ്യുക. ഈ പുഴു വരുന്നതിന് മുമ്പേ ഉള്ള കാര്യമാണ് പറയുന്നത്? അല്ല, ആക്രമണം ഉണ്ടായാലും ഈ പുഴുക്കളെ, ഇത് മറ്റേ ബദൽ മാർഗമാണ്. ഇത് ജൈവമാണ്. കടാവർ ഇട്ടാൽ അത് വളരെ സക്സസ്ഫുള്ളാണ്. ഞാനത് പ്രായോഗികമായിട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ അത് കോസ്റ്റ് ഇഫക്റ്റീവ് അല്ല. ഒന്ന് ലേബർ കോസ്റ്റ്, ഓരോ വാഴയിലും കയറി വേണ്ട ഇടാൻ. 2 ഈ കടാവറിന് ഇപ്പോഴത്തെ വില എന്നാന്ന് എനിക്കറിയത്തില്ല. നേരത്തെ ഒരു കടാവറിന് 70 പൈസയോ എനിക്ക് ഇവിടെ KVK വഴി കിട്ടിയതാണ്. അപ്പോൾ അവരെവിടുന്നോ വാങ്ങി ഇങ്ങനെ അവരുടെ ട്രയൽ പ്ലോട്ടുകളായിരുന്നു. ഒരു 4-5 എണ്ണം ഓരോ കവിളിൽ വാഴക്കവിളിൽ ഇട്ട് കൊടുക്കുക. 70 പൈസയും കണ്ടായിരുന്നു പോലെ. 2-3 വർഷം മുമ്പ് ചെയ്ത് നോക്കിയതാണ്.
പിന്നെ ഇത് കിട്ടാനുള്ള എവിടെയെങ്കിലും അവൈലബിൾ ആണ്. പിന്നെ ഇത് കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഒരു വാഴയ്ക്ക് ഒരു പ്രാവശ്യം ഇടുമ്പം തന്നെ 3.5 രൂപ ഒരു വാഴയ്ക്കാവും. ലേബർ കോസ്റ്റ് ഉൾപ്പെടെ അല്ല, കടാവരണം മാത്രം. അതൊരു പ്രശ്നമാണ്. പക്ഷെ അത് ഇഫക്റ്റീവാണ്. ഞാൻ ഒരിക്കലും എൻ്റെ ഒരു 20 വാഴയ്ക്കാണെന്ന് തോന്നുന്നു KVK-ക്കാർ ഈ സാധനം കൊണ്ട് തന്ന് ഞാനിട്ട് നോക്കി, വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ വേറെ വിഷമൊന്നും അടിക്കേണ്ട കാര്യമില്ല. അതാണ് കീടനാശിനിയുടെ കാര്യമില്ല. സാധാരണഗതിയിൽ നമ്മളൊരു 2 പ്രാവശ്യം അല്ലെങ്കിൽ നമ്മൾ കീടനാശിനി അടിക്കും ഇതിനെ കൺട്രോൾ ചെയ്യാൻ. ഇപ്പോഴായിട്ട് മറ്റേത് നമ്മൾ പിണ്ടി ഈ ഒരു ലെവലിലൊക്കെ കാണുള്ളൂ. പിന്നെ നേരത്തെ പറയുന്ന വേറൊരു മാർഗമുണ്ട്. ഈ 4-5 കവിളുകളിൽ നമ്മുടെ ബാർ സോപ്പില്ലേ, ബാർ സോപ്പ് ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് കവിളിലിടുക. അപ്പം മഴ വേണം, മഴയുള്ള സമയത്തെ കാര്യം നടക്കുള്ളൂ. അത് അലിഞ്ഞ് ഇതിനകത്തോട്ട് ഇറങ്ങുമല്ലോ. അപ്പം അന്നേരം ഇതിൻ്റെ ആക്രമണം ഇല്ലാതാകും എന്ന് പറയുന്നു. ഞാനത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. നമ്മൾ വിഷമടിക്കുക. അപ്പോൾ ശരി സാർ, എത്ര നേരം വിവരം പങ്കുവച്ചതിന് വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഇപ്പോൾ എൻ്റെ സമീപം കറുകച്ചാൽ കൃഷി ഭവൻ കൃഷി ഓഫീസർ ശ്രീ എൽദോസ് ഉണ്ട്. സാറേ നമസ്കാരം. സാറ് നമ്മുടെ ഈ വാഴ കർഷകരെ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണല്ലോ വാഴയുടെ ഇല കരിഞ്ഞു പോവുക, ഒരു ഫംഗസ്, പിന്നെ അതിന് മലയാളത്തിൽ കുമിൾ രോഗം എന്ന് പറയും അല്ലേ. അപ്പോൾ അതിനുള്ള പ്രതിവിധി, കാര്യം പറഞ്ഞാൽ പല തോട്ടങ്ങൾ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പ്രതിവിധി ഒന്ന് പറയാമോ? പൊതുവേ നമ്മൾ വാഴക്കൃഷിയിൽ ഇല കരിച്ചിൽ വരുന്നത് നമ്മളുടെ തന്നെ ചെറിയൊരു നോട്ടപ്പിശക് കൊണ്ടാണ്. നമ്മൾ പരമാവധി വലിയ രീതിയിൽ വാഴക്കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം പരമാവധി ആദായം ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ അടുപ്പിച്ച് വാഴ വയ്ക്കും. ശുപാർശ ചെയ്യപ്പെട്ട ഒരു വാഴയുടെ സ്പേസിംഗ് എന്ന് പറയുന്നത് 2 മീറ്റർ × 2 മീറ്ററാണ്. 2 മീറ്റർ വീതി, 2 മീറ്റർ നീളം. ഒരു അകത്തിയാണ് വെക്കാൻ പോലും. അപ്പോൾ ലാർജ് സ്കെയിൽ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊട്ടും പ്രായോഗികമല്ല. അവർ ഒത്തിരി അടുത്തടുത്ത് വെക്കും. അപ്പോൾ ഇല അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടുന്ന സമയത്ത് തന്നെ ഈ ഇല കരിച്ചിൽ വളരെ കൂടുതലായിട്ട് പകരും. ഇപ്പോൾ വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന 2 രാസ കുമിൾനാശിനികളുടെ പേര് ഞാൻ പറയാം. ഒന്ന് ബാവസ്റ്റിനാണ്, കാർബൻഡാസിം എന്ന പേരിൽ കിട്ടുന്ന ബാവസ്റ്റിൻ എന്ന കുമിൾനാശിനി 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ തുടക്കത്തിലേ അത് സ്പ്രേ ചെയ്യണം. സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ മഴക്കാലമാണെങ്കിൽ ഏതെങ്കിലും ഒരു വെറ്റിംഗ് ഏജൻറ്റ് കൂടെ ചേർത്തടിക്കണം. 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എടുത്ത് നന്നായിട്ട് സ്പ്രേ ചെയ്യണം. സ്പ്രേ ചെയ്യുന്നതിന് മുമ്പ് അതുവരെ കരിഞ്ഞ ഇലകളെല്ലാം മുറിച്ച് മാറ്റി അവിടെ നിന്ന് നീക്കം ചെയ്യണം, കത്തിച്ച് കളയുക എന്നുള്ളതാണ് ശുപാർശ. സാധാരണ കർഷകരെ സംബന്ധിച്ചിടത്തോളം ലാർജ് സ്കെയിലായിട്ട് ചെയ്യുന്നവരെല്ലാം വാഴ കൈ മുറിക്കും, അതിൻ്റെ ചോട്ടിലിടും, അല്ലെങ്കിൽ അതിൻ്റെ വാരം കോരി ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ ആ കുഴിയുടെ ഉള്ളിലേക്ക് ഇടും. അങ്ങനെയാണ് പിന്നെ ഇത് പകരുന്നത്. അപ്പോൾ ആദ്യം ഇത് ഇല കരിഞ്ഞ ഇലകൾ പൂർണ്ണമായും മുറിച്ച് മാറ്റി അത് ആ തോട്ടത്തിൽ നിന്ന് മാറ്റി കത്തിച്ച് കളഞ്ഞ ശേഷം ബാവസ്റ്റിൻ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യാവുന്നതാണ്. സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിട്ട് സ്പ്രേ ചെയ്യണം. എല്ലാ ഇലയിലും ആവണം, തണ്ടയിലെല്ലാം ആവണം. പിന്നെ അത് കൂടാതെ ഉള്ളതാണ് ടിൽറ്റ് എന്ന പ്രൊപ്പിക്കൊണാസോൾ അഥവാ ടിൽറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കെമിക്കലുണ്ട്. അത് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്താലും മതിയാവും. ഒരു തവണ സ്പ്രേ ചെയ്ത ശേഷം ഒരു 10 ദിവസത്തിന് ശേഷം ഒന്നുകൂടെ സ്പ്രേ ചെയ്യുന്നത് കുറച്ചുകൂടെ കൺട്രോൾ കിട്ടുന്നതിന് ഉപകരിക്കും. പിന്നെ അതുപോലെ സാർ ഇപ്പം പറഞ്ഞില്ല, മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഒരു വെറ്റ് ഏജന്റ് എന്ത് സാധനം പറഞ്ഞില്ല, അതെന്താന്ന് പറയാമോ? വെറ്റിംഗ് ഏജന്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതി പറഞ്ഞു കഴിഞ്ഞാൽ പശയാണ്. നമ്മളൊരു കെമിക്കൽ ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതൽ പ്രതലത്തിലേക്ക് അത് ആഴ്ന്നിറങ്ങുന്നതിന് വേണ്ടി സഹായിക്കുന്ന കെമിക്കലാണത്. എന്താ അതെ? അതൊരു വെറ്റിംഗ് ഏജന്റ് ആണ്, പശയാണ്. അത് എന്താ അതിന്റെ പേര് അങ്ങനെ വല്ലതും ഉണ്ടോ? എങ്ങനെ ഒത്തിരി വെറ്റിംഗ് ഏജന്റുകളുണ്ട്. അഫ്സ, നമ്മൾ പണ്ട് നമുക്കറിയാം അഫ്സ എന്ന പേര് കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഒത്തിരി വെറ്റിംഗ് ഏജന്റുകളുണ്ട്. ഏത് കേടാ ചെന്നാലും പശ എന്ന് പറഞ്ഞാൽ അവർ തരും. പിന്നെ അതുപോലെ സാറേ, ഇപ്പം ഈ പറഞ്ഞ സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തോ? കാര്യം പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ താഴെ നിന്നല്ലേ അടിക്കുന്നത്. അപ്പോൾ അത് ഇല മുഴുവനും കുളിപ്പിക്കണം, അങ്ങനെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? വളരെ നന്നായിട്ട് പരമാവധി നമുക്ക് എല്ലാ ഇലയിലും ചെല്ലണം, എല്ലാ തണ്ടിലും മൊത്തം ആവുന്ന രീതിയിൽ സ്പ്രേ ചെയ്യണം. ഓടിച്ചടിച്ചു പോയിട്ട് ഒരു കാര്യമില്ല ഇതിൽ. നന്നായിട്ട് നിർത്തി സ്പ്രേ ചെയ്യാൻ പറയുന്നു. അതല്ലേ. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ഈ വെയിലുള്ള അങ്ങനെ മഴയുള്ള സമയത്ത് ചെയ്യണമെന്നോ അങ്ങനെ വല്ലതും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? രാവിലെ തന്നെ ചെയ്യണമെന്നോ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വല്ലതും ഉണ്ടോ? പരമാവധി രാവിലെ ചെയ്യുക എന്നുള്ളതാണ്. മഴയുള്ള സമയത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലപ്രാപ്തി കുറയും. വെയിലുള്ള സമയത്ത് നല്ലതാണ്. വെയിലുള്ള സമയത്ത് പൊതുവെ ഇലകരിച്ചിലും കുറവായിരിക്കും. മഴക്കാലത്താണ് പൊതുവെ രൂക്ഷമായത് കാണപ്പെടുന്നത്. അപ്പോൾ ഇല കരിഞ്ഞത് ഈ ഇലകരിച്ചിലിൻ്റെ അസുഖം കൊണ്ട് തന്നെയാണ് എന്നുള്ളത് കൂടെ ഉറപ്പുവരുത്തണം. നമ്മുടെ നെമറ്റോഡ് പോലെയുള്ള
കീടങ്ങൾ അറ്റാക്ക് ചെയ്താലും ഇല കരിച്ചിലായിട്ട് കർഷകർ തെറ്റിദ്ധരിക്കാറുണ്ട്. ഇല പഴുക്കുന്നു ഉണങ്ങുന്നു രീതിയിൽ അതിന് ഈ കുമിൾനാശിനി സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നാൽ കൺട്രോൾ ആവുകയുമില്ല. അപ്പോൾ നമ്മുടെ അടുത്തുള്ള കൃഷിഭവനിൽ സമീപിച്ച് കൃഷി ഓഫീസറുടെ സേവനം തേടിയ ശേഷം പ്രയോഗിച്ചാൽ ഒരു പരിധി വരെ ഇത് തടയാവുന്നതാണ്. അപ്പോൾ ശരിക്കും നെമറ്റോഡ് ആണോ അല്ലെങ്കിൽ ഫംഗസ് ആണോ എന്നുള്ള കാര്യം അത് കൺഫേം ചെയ്തിട്ട് മാത്രമേ ചെയ്യുള്ളൂ പറഞ്ഞത്. സാറേ, അത് എന്തെങ്കിലും ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ പറ്റുമോ രണ്ടും കൂടെ? ലക്ഷണം തിരിച്ചറിയുന്നതിന് വേര് കൂടെ നോക്കണം. പിന്നെ പൊതുവേ ഈ പാടത്ത് കൃഷി ചെയ്യുന്ന സമയത്ത്, നമ്മുടെ നിലത്ത് കൃഷി ചെയ്യുന്ന സമയത്താണ് നെമറ്റോഡിൻ്റെ അറ്റാക്ക് ഒരു പരിധി വരെ കൂടുതൽ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനുള്ള പ്രതിവിധി കൂടെ ചെയ്യണം. അത് പക്ഷേ അതിൻ്റെ ഓരോ വാഴയുടെ കുറച്ച് വാഴയുടെ വേര് നമ്മൾ മാന്തി നോക്കിയാൽ കാണാം. പിന്നെ നെമറ്റോഡിൻ്റെ അറ്റാക്കിൻ്റെ ഇല കരിച്ചിൽ ഇങ്ങനെയല്ല, ഇതും ഇല പഴുക്കുവാണ്. അപ്പോൾ പൊതുവെ ആളുകളെ സംബന്ധിച്ച് ഇല പഴുക്കുന്നത് ഇവരെല്ലാം ഇല കരിച്ചിലായിട്ട് തെറ്റിദ്ധരിച്ച് ചെയ്യുന്ന ഒരു പ്രവണത കൂടി ഉണ്ട്. സാറേ, നെമറ്റോഡിൻ്റെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അതിൻ്റെ പ്രതിവിധി ഒന്ന് പറയുമോ? അതിൻ്റെ പ്രതിവിധി തുടക്കം തന്നെ വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ മാറും. ഇനി അതിന് ശേഷം വരികയാണെങ്കിൽ കാർട്ടാഫ് ഹൈഡ്രോക്ലോറൈഡ് പോലെയുള്ള രാസ കീടനാശിനികൾ കിട്ടും. അപ്പോൾ അത് ചുവട്ടിൽ ഒരു 20 ഗ്രാം ഒരു വാഴ എന്ന തോതിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് വെറുതെ ഇട്ടാൽ മതിയോ? അത് ചുവട്ടിൽ വളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിടാം, അല്ലെങ്കിൽ ചുവട്ടിൽ വെതറി ഇട്ട ശേഷം മണ്ണ് കൂട്ടി കൊടുക്കാം. ശരി സാറേ, ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചാൽ വളരെ നന്ദി. താങ്ക് യു.